ഈ നയതന്ത്ര തലത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെ ഈ രാജ്യങ്ങളൊക്കെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനോ ഒക്കെ തുടങ്ങിയിട്ട് അധികകാലം ആയില്ലല്ലോ. അതിൽ നിന്ന് ഒരുപക്ഷെ പിൻവാങ്ങാം, അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന ഇസ്രായേൽ കൂടി ഉൾക്കൊള്ളുന്ന സാമ്പത്തിക ഇടനാഴി പദ്ധതികളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഭാഗമാണ് ഈ പല രാജ്യങ്ങളും. ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒന്ന് പിന്നാക്കം നിൽക്കാം, അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത്തരം സാധ്യതകൾ ഒരുപക്ഷെ ആലോചിച്ചുകൂടായില്ലല്ലോ. ആവുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇടനാഴികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇക്കണോമിക് കോറിഡോറാണ്. അതെങ്ങും എത്തിയിട്ടില്ല. അത് തുടങ്ങിയ ശേഷമാണ് ഇസ്രായേൽ ഈ ഹമാസ് യുദ്ധം ആരംഭിച്ചത്. അത് അതോടുകൂടി സംഭവിച്ചു. അതുപോലെ തന്നെ ബൈഡന്റെ കാലത്ത് ഉണ്ടാക്കപ്പെട്ടതാണ് I2U2 എന്ന് പറയുന്ന ഇസ്രായേൽ, ഇന്ത്യ, US, UAE എന്ന് പറയുന്ന ഒരു അഗ്രിമെന്റ്. അതും ഈ ചൈനയ്ക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ക്വാഡിന്റെ പശ്ചിമേഷ്യൻ ക്വാഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു സംഭവമാണ്. അതിനകത്തു നിന്നൊക്കെ പിന്നെ വേണമെങ്കിൽ പിന്മാറാം. അതിനകത്തു നിന്നൊക്കെ ഈ പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് പിന്മാറാം എന്നുള്ളതല്ലാതെ അതൊന്നും ഈ ഫലത്തിൽ വാസ്തുവിൽ വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല ഈ കാര്യങ്ങളിൽ. അപ്പൊ ഇതാണ് എന്റെ പ്രശ്നം. ഏതെങ്കിലും തരത്തിൽ അമേരിക്കയും അല്ലെങ്കിൽ ഉള്ള രാജ്യങ്ങളുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്താൻ പോകുന്നു എന്നുള്ള പറയാമെന്നുള്ളതല്ലാതെ കാരണം മറ്റൊന്നുമല്ല. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈനിക കാര്യങ്ങളിലും സുരക്ഷയുടെ കാര്യങ്ങളിലും എന്തുകൊണ്ടാണ് ഈ 19 പിന്നെ സൈനിക ക്യാമ്പുകൾ സൈനിക താവളങ്ങൾ പശ്ചിമേഷ്യ രാജ്യങ്ങളിൽ സ്ഥാപിക്കുന്നത്? ഒന്ന് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും മറ്റൊന്ന് ഈ പറഞ്ഞ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുമാണ്. അവര് അനുമതി കൊടുത്തുകൊണ്ടാണല്ലോ അവിടെ ഇതെല്ലാം വന്നിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തമായ സൈനിക താവളം പ്രവർത്തിക്കുന്ന ഖത്തറിലാണ്. ആ ഖത്തറിൽ അമേരിക്കയുടെ സൈനിക താവളം പ്രവർത്തിക്കുന്ന ഖത്തറിലാണ് ഈ അമേരിക്കയുടെ അടുത്ത കൂട്ടാളിയായിട്ടുള്ള ഇസ്രായേൽ അമേരിക്കയുടെ പെർമിഷനോട് കൂടിയിട്ട് അവിടെ ആക്രമണം നടത്തിക്കുന്നത്. ഇതിലെല്ലാമുള്ള കള്ളക്കളികളൊന്നും ആലോചിച്ചു നോക്കുക, ഇരട്ടത്താപ്പൊന്നും ആലോചിച്ച് നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെന്ന് പറയുന്നത് അമേരിക്കയുടെ ഒത്താശയോടുകൂടി ഇസ്രായേൽ നടത്തുന്ന ആക്രമണമാണ്. അതിനെതിരായി അതിശക്തമായി പ്രതിഷേധിക്കാം എന്നുള്ളതല്ലാതെ അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് നിലവിൽ കരുത്തില്ല.